ഹായ് ഗൈസ്, ഇന്നൊരു മൂവി റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ സൂപ്പർമാൻ ജസ്റ്റ് ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. ഞാൻ ഷസാം ബ്രോൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത്. പക്ഷെ ആള് കുറച്ച് ഒരു 2-3 hours മുന്നേ ഒരു സ്റ്റോറി ഇട്ടു. ആള് മിസ് ഔട്ട് ചെയ്തു. ആൾക്ക് അറിയുന്നുണ്ടായില്ല ഇന്ന് ദുബായിൽ റിലീസാണ്. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു റിവ്യൂ വരും, അപ്പോൾ അത് കേട്ടിട്ട് പോവാന്ന്. കാരണം സോഷ്യൽ മീഡിയയിൽ മൊത്തം നമ്മുടെ പുതിയ സൂപ്പർമാനെ ഭയങ്കര ഡീഗ്രേഡിങ് ആയിരുന്നു. പക്ഷേ ഞാൻ അപ്പം എന്തായാലും കാണാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ DC തന്നെ ആദ്യമായിട്ട് കുറച്ച് വെളിച്ചം കണ്ടൊരു ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒരു രസം ഉണ്ടാവുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത് സിനിമയ്ക്ക്. അങ്ങനെ വന്ന് കണ്ടു, ഇതിപ്പോൾ കണ്ടിറങ്ങി. പടം അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എല്ലാവരും പറയുന്ന പോലെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവണ സമയത്ത് കൊണ്ട് ഓരോ ചെറിയ ചെറിയ തമാശകൾ ആ ഡോഗിനെ വെച്ച് ചെയ്യുന്നത് കാരണം നമുക്ക് ആ ഇമോഷനിൽ അങ്ങോട്ട് കണക്റ്റായി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് കളയുന്നുണ്ട്. അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സെയിം സംഭവമാണ് പിടിച്ചേക്കണം. അത് കുറച്ച് ഇതായിട്ട് തോന്നി. പക്ഷേ ഓവറോൾ ഒരു കിടിലൻ പടമാണ്. പിന്നെ എൻഡ് ഫൈറ്റ് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. പക്ക നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൂപ്പർമാനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ആൾ കുറച്ചും കൂടിയും ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റിയാണ്. ആൾക്ക് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ആക്ടിങ് അടിപൊളിയാണ്. വില്ലനായാലും എടുത്ത് പറയേണ്ടത് വില്ലനും കിടുവായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ലാൻറ്റേൺ ആളും എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. മാക്സിമം IMAX-ൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. IMAX അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ടായാലും എല്ലാതും നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ IMAX-ൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.